ഉംറക്ക് പോകുമ്പോൾ ഒരാളോട് ഞാൻ പറഞ്ഞു, വീട്ടിൽ ഉപ്പല്ലേ, ആ ഉപ്പുണ്ട്, എന്നാ ഉപ്പാനെ കൈ പിടിച്ച് മുസാഫയത്ത് ചുംബിച്ചോളൂ. അപ്പോൾ ആൾ ചോദിക്കും, ഉസ്താദ് ചുംബിക്കണോ, കൈ പിടിച്ചാൽ പോരെ? നമ്മളെ നാട്ടിൽ പലർക്കും അതൊരു പരിചയമല്ല. സുന്നത്ത്, ഇതൊരു സുന്നത്താണ്. ബാപ്പാന്റെ കൈ പിടിച്ച് ചുംബിക്കുന്നത്, ഉമ്മാന്റെ കൈ പിടിച്ച് ചുംബിക്കുന്നത്, അതവരെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടല്ല. എന്താണ് അതിന്റെ കാരണം? ഫതുഹുൽ മുഈനിൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു. അതിന്റെ കാരണം ബിവിലാദ, അവരാണ് ജന്മം നൽകി എന്നൊരൊറ്റ കാരണമാണ്. അവരെ ഇൽമു നീ നോക്കണ്ട, അവർ നിസ്കരിക്കുന്നവരാണോ മറ്റോ ഒന്നും നീ നോക്കണ്ട. ഉപ്പ എന്ന അർത്ഥത്തിൽ ഒരു ബഹുമാനം അവർക്കുണ്ട്, ഉമ്മ എന്ന അർത്ഥത്തിൽ ഒരു ബഹുമാനം അവർക്കുണ്ട്. ആ ബഹുമാനത്തിന്റെ പേരിൽ അവരെ കൈപിടിച്ച് ചുംബിക്കൽ സുന്നത്താണ്. അതൊരു പ്രത്യേക സുന്നത്താണ് ബഹുമാനത്തിന്റെ പേരിൽ. എന്തിനാ മാതാവിനെയും പിതാവിനെയും കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത്? ബഹുമാനത്തിനാണ്. ബാപ്പയെയും ഉമ്മയെയും കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന ബഹുമാനത്തിനാണ്. നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന മക്കൾക്ക് നമ്മൾ ആ ബഹുമാനം പഠിപ്പിക്കണം. അവർക്ക് ഇന്ന് കുറവ്, സംവിധാനങ്ങളും സൗകര്യങ്ങളൊന്നും കുറവില്ല. ഒറ്റ കുറവേ നമ്മുടെ മക്കൾക്കുള്ളൂ. എന്താണ് ആ കുറവ്? അദബ് എന്ന് പറയുന്ന സാധനം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് എവിടുന്നെങ്കിലും കടയിൽ നിന്ന് കിലോ കണക്കിന് തൂക്കി വാങ്ങേണ്ട ഒന്നല്ല അദബ്. അദബ് പഠിപ്പിക്കേണ്ടത് ആരാ? മാതാപിതാക്കളാണ് അദബ് പഠിപ്പിക്കേണ്ടത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി എല്ലാ അദബുകളെയും പഠിപ്പിക്കുന്ന ഒരു കിതാബുണ്ട് മഹാനവറുകൾക്ക്, അൽ അദബുൽ മുഫ്രദ്. അതിലാദ്യം കൊണ്ടുവരുന്നത് മാതാപിതാക്കളോട് മക്കൾ പാലിക്കേണ്ട അദബിനെ സംബന്ധിച്ചാണ്. അവിടെ മഹാനവറുകൾ എഴുതി വെച്ചത് കാണാം, അസ്സലാഹിയ്യത്തു മിനല്ലാഹ്. കുട്ടികളെ സ്വാലിഹീങ്ങളാക്കി തരുന്നത് അത് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ്. അള്ളാഹു തആല തരേണ്ടതാണ്. അതേ സമയത്ത് വൽ അദബു മിനൽ ആബാഇ, കുട്ടികൾക്ക് അദബുണ്ടാകേണ്ടത് മാതാപിതാക്കളിൽ നിന്നാണ്. ആ അദബ് വരേണ്ടത്. ഉപ്പ പഠിപ്പിക്കണം അദബ്, ഉമ്മ പഠിപ്പിക്കണം അദബ്. ബഹുമാനം മക്കൾക്ക് പഠിപ്പിക്കേണ്ടത് ബാപ്പയാണ്, ഉമ്മയാണ്. ഒരു വിളിയിൽ ബഹുമാനക്കേട് വന്നാൽ അവിടെ വെച്ച് തിരുത്തണം. രണ്ടാമത് ആവർത്തിക്കുന്ന ശബ്ദം കേൾപ്പിക്കരുത്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി വിശദമായി പഠിപ്പിച്ചു. മക്കളെ സംസ്കരിക്കുന്ന മുറകൾ വിശദീകരിച്ചെടുത്ത് ഞാനതൊക്കെ പറയല്ല, പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ്. മക്കളെ അദബ് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ മഹാനവറുകൾ പറഞ്ഞു, താഴെയുള്ള കുട്ടി മേലെയുള്ള കുട്ടിയുടെ പേര് വിളിച്ചാൽ ഉമ്മത് കേട്ടാൽ ഉപ്പത് കേട്ടാൽ തിരുത്തണം. എന്താ നമ്മുടെ ഇന്നത്തെ ജനറേഷൻ എന്താ പറയാ? അത് അവർ തമ്മിൽ 2 വയസ്സിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ, പ്രശ്നമല്ല അല്ലേ? അതൊരു വിഷയമല്ല. 2 വയസ്സിന്റെ മാറ്റേ ഉള്ളൂ, അല്ലെങ്കിൽ 1.5 വയസ്സിന്റെ മാറ്റേ ഉള്ളൂ, അല്ലെങ്കിൽ 3 വയസ്സിന്റെ മാറ്റേ ഉള്ളൂ. ഒരൊറ്റ മണിക്കൂറിന്റെ മാറ്റം വേണ്ട, ഒരു 3 മിനിറ്റിന്റെ മാറ്റമുള്ള ചേട്ടനും അഞ്ചനാണെങ്കിൽ പോലും അദബ് പഠിപ്പിക്കണം. പഴയകാലത്ത് ഉമ്മമാര് പഠിപ്പിച്ച അദബല്ലേ? ചരിത്രത്തിൽ നിങ്ങൾ അറിയില്ലേ, കേട്ടിട്ടില്ലേ? പരിചയമുള്ള 2 മഹാന്മാരാണ് അലി ഇബ്നു സ്വാലിഹ്, ഹസൻ ഇബ്നു സ്വാലിഹ് റളിയല്ലാഹു അൻഹുമാ. 2 പേരും ഇരട്ടകളാണ്. പക്ഷെ ഇരട്ടകളാണെങ്കിലും അവരെ ഉമ്മ പഠിപ്പിച്ച അദബ് എന്താണെന്നറിയോ? അലി ഇബ്നു സ്വാലിഹ് റളിയല്ലാഹു അൻഹു ഹസൻ ഇബ്നു സ്വാലിഹ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ഒരിക്കലും നടക്കുന്നത് ജനങ്ങൾ കണ്ടിട്ടില്ല, ഒപ്പം നടക്കുന്നതും കണ്ടിട്ടില്ല. എപ്പോഴും അലി ഇബ്നു സ്വാലിഹ് റളിയല്ലാഹു അൻഹു മുന്നിൽ, ഹസൻ ഇബ്നു സ്വാലിഹ് റളിയല്ലാഹു അൻഹു പിന്നിൽ. ഒരേ ദിവസം ജനിച്ചവർ, ഒരേ മണിക്കൂറിൽ ജനിച്ചവർ. എങ്ങനെ ഈ വലിയ ബഹുമാനത്തിന്റെ ഉടമകളായി മാറി? അവരെ ഉമ്മ പഠിപ്പിച്ചു കൊടുത്ത ബഹുമാനമാണ്. ഉമ്മ പറഞ്ഞു കൊടുത്തു, ഹസൻ ഇബ്നു സ്വാലിഹ് തങ്ങൾക്ക്, മോനെ, നിന്റെ മുമ്പ് ദുനിയാവിലേക്ക് വന്ന ആളാണ് നിന്റെ ചേട്ടൻ. നിന്റെ മുന്നിലാണ് ഈ ഭൂമിയിലേക്ക് ചേട്ടൻ വന്നത്. അത് സത്യത്തിൽ ചുരുങ്ങിയ മിനിറ്റുകളാണ് നിന്റെ മുന്നിൽ വന്നതെങ്കിലും ആ ഒരു വലിയ ബഹുമാനം നീ എപ്പോഴും കാത്തു സൂക്ഷിക്കണം. ജീവിതത്തിൽ ഒരിക്കൽ പോലും ജനങ്ങൾ എവിടെയും അങ്ങനെ കണ്ടിട്ടില്ല. ഉമ്മമാരെ, മക്കൾക്ക് നല്ല അദബ് പഠിപ്പിക്കണം, നല്ല ബഹുമാനം പഠിപ്പിക്കണം. പേര്
പേരുകൊണ്ട് ജ്യേഷ്ഠനെ അഭിസംബോധനം ചെയ്യുന്നത് ബഹുമാനത്തിനെതിരാണ്. അത് ചെറിയ കുട്ടിയായ അനുജന് ആ ബുദ്ധി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉമ്മയാണ്. വിളിക്കേണ്ട ബഹുമാനത്തിന്റെ വിളി പഠിപ്പിച്ചു കൊടുക്കണം. ചിലപ്പോൾ ചില വീട്ടിലൊക്കെ നിങ്ങൾ കാണാം, മാതാപിതാക്കളെ പേരുകൊണ്ട് മക്കൾ അഭിസംബോധന ചെയ്യുന്നു. അത് അദബിനെതിരാണ്, ബഹുമാനത്തിനെതിരാണ്. സുബ്ഹാനല്ലാഹ്, അതങ്ങനെ അവർ ശീലിച്ചു പോയി എന്ന് പറയുന്നത് നമ്മൾ അവരെ അദബ് പഠിപ്പിച്ചിട്ടില്ല എന്നതിന്റെ വലിയ തെളിവാണ്. അതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ആരെയാ നിങ്ങൾ പേരുകൊണ്ട് വിളിച്ചത്? ഞാനതെന്റെ ഉമ്മാനെയാണ് വിളിച്ചത്, അല്ലെങ്കിൽ ഉമ്മാന്റെ സഹോദരിയാണ് വിളിച്ചത്, ഉമ്മാന്റെ ജ്യേഷ്ഠത്തെയാണ് അനുജത്തെയാണ് വിളിച്ചത്. പാടില്ല, അതൊക്കെ ബഹുമാനത്തിന്റെ തലങ്ങളാണ്. അവരൊക്കെ വിളിക്കേണ്ട ബഹുമാനത്തിന്റെ ഒരു പേരുണ്ട്. ഓരോ നാട്ടിലും അതിന് വ്യത്യസ്ത ശൈലികൾ ഉണ്ടാകാം. ആ ശൈലികളിൽ തന്നെയാണ് വിളിക്കേണ്ടത്. ഒരിക്കലും ബഹുമാനത്തിന് കുറവ് വരുന്ന രീതിയിൽ ഒരു സംസാരമോ ഒരു സമ്പർക്കമോ ഒരു രോഷം കൊള്ളുന്ന സ്വഭാവമോ മൂത്ത ആളോട് താഴെയുള്ള ആള് പ്രകടിപ്പിക്കുമ്പോ ബാപ്പയും ഉമ്മയും അവരെ മനസ്സിൽ പ്രതിഫലിപ്പിക്കേണ്ടത് അത് നിന്റെ ജ്യേഷ്ഠ സഹോദരനാണ്, നിന്റെ ജ്യേഷ്ഠ സഹോദരിയാണ്. അവരോടങ്ങനെ പറയരുത്, അങ്ങനെ പെരുമാറരുത്, അങ്ങനെ സംസാരിക്കരുത്, അവരെ മുന്നിൽ അങ്ങനെ ഇരിക്കരുത്, അങ്ങനെ നടക്കരുത്, ആ രൂപത്തിലുള്ള വർത്തമാനം പറയരുത്. ഇതിന്റെ ഒരു കുറവ് കൊണ്ട് സഹോദരന്മാരെ നമ്മൾ അതിന്റെ കുറവ് അനുഭവിക്കുന്നത് എവിടെയാണെന്നറിയോ? കലാലയങ്ങളിലാണ്. കലാലയങ്ങളിൽ മദ്രസയാകട്ടെ സ്കൂളാകട്ടെ ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികൾ മുതിർന്നവരോട് കയർത്ത് സംസാരിക്കുന്നു. എന്താ അതിന്റെ കാരണം? ആ കുട്ടികൾക്ക് അവരെ വീട്ടിൽ നിന്ന് കിട്ടേണ്ട അദബ് യഥാർത്ഥത്തിൽ കിട്ടിയിട്ടില്ല. മൂത്തവരോട് പഠിപ്പിക്കേണ്ട ഒരു അദബുണ്ട്. അതാരാ പഠിപ്പിക്കേണ്ടത്? രക്ഷിതാക്കളായ ബാപ്പയും ഉമ്മയും അടങ്ങുന്ന സമൂഹമാണ്. അവരാണത് പഠിപ്പിക്കേണ്ടത്. അതിനെതിരായിട്ടൊന്നും പാടില്ല. ആ അദബ് വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കണം, ഒരു കുറവും വരാത്ത രൂപത്തിൽ. സ്വഹാബിമാരൊക്കെ അവരെ മക്കൾക്ക് അങ്ങനെയല്ലേ പഠിപ്പിച്ചത്? എത്രമാത്രം വലിയ ബഹുമാനത്തോടെയാണ് അവർ മക്കളെ വളർത്തിയത്. ആ ബഹുമാനത്തിൽ തന്നെ വളർത്തണം നമ്മളും. അപ്പോഴേ ആ അദബും ആ ആദരവും ഒക്കെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ സൗന്ദര്യത്തോടെ നിലനിൽക്കുകയുള്ളൂ.